Performance parameters of super heterodyne receivers. First one is sensitivity, next is selectivity, fidelity, image frequency, rejection. ഈ 4 പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവേഴ്സിന്റെ പെർഫോമൻസിനെ ബാധിക്കുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈസ് സെൻസിറ്റിവിറ്റി. സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് എബിലിറ്റി ഓഫ് ദ റിസീവർ ടു പിക്ക് അപ്പ് വീക്ക് സിഗ്നൽസ് ആൻഡ് ആംപ്ലിഫൈ ദം. നമ്മുടെ റിസീവറിന് വളരെ വീക്ക് ആയിട്ടുള്ള സിഗ്നലിനെ ഡിറ്റക്ട് ചെയ്തിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്യാനുള്ള റിസീവറിന്റെ എബിലിറ്റിയാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. സെൻസിറ്റിവിറ്റി ഓഫ് ദ റിസീവർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഗെയിൻ ഓഫ് ദ റിസീവർ. റിസീവറിന്റെ ഗെയിനുമായിട്ട് ബന്ധമുണ്ടായിരിക്കുക സെൻസിറ്റിവിറ്റിക്ക്. അതെങ്ങനെയായിരിക്കും ബന്ധം? വെൻ ദ ഗെയിൻ ഓഫ് ദ റിസീവർ ഇൻക്രീസസ്, സെൻസിറ്റിവിറ്റി ഓൾസോ ഇൻക്രീസസ്. വെൻ ദ ഗെയിൻ ഡിക്രീസസ്, സെൻസിറ്റിവിറ്റി ഓൾസോ ഡിക്രീസസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഗെയിൻ ഇൻക്രീസ് ചെയ്താൽ സെൻസിറ്റിവിറ്റി ഓഫ് ദ സിസ്റ്റം ഇൻക്രീസസ്. പക്ഷെ ഗെയിൻ ഒരു പെർട്ടിക്കുലർ വാല്യൂല മുകളിൽ കയറിപ്പോയി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം ബിക്കം എന്ത് ചെയ്യും? അൺസ്റ്റേബിൾ ആവും. സിസ്റ്റം എന്ത് പറ്റും? സിസ്റ്റം വിൽ ബിക്കം അൺസ്റ്റേബിൾ. സോ ഒരു പെർട്ടിക്കുലർ ലിമിറ്റിന് കൂടുതൽ നമ്മൾ സിസ്റ്റത്തിന്റെ ഗെയിൻ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദ സിസ്റ്റം? ഇറ്റ് വിൽ ഗോ ടു ദ അൺസ്റ്റേബിൾ സ്റ്റേറ്റ്. സോ അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ഈസ് നോട്ട് ഡിസയറബിൾ അല്ലെ? സോ നമുക്ക് ആ സമയത്ത് ഗെയിൻ കുറച്ചു കഴിഞ്ഞാലോ വല്ലാതെ സെൻസിറ്റിവിറ്റിയോടെ കുറഞ്ഞു പോകും. സോ അതും പ്രിഫറബിൾ അല്ല. നമുക്ക് എന്ത് വേണം? നമുക്ക് ആവശ്യത്തിന് സെൻസിറ്റിവിറ്റിയും വേണം, ഗെയിനും വേണം. എന്ന് വെച്ചാൽ അത്യാവശ്യത്തിന് ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന ഒരു സിസ്റ്റം ആയിരിക്കണം നമുക്ക് കിട്ടുന്നത്. സോ ഗെയിനും നമുക്ക് ആവശ്യത്തിന് വേണം, സെൻസിറ്റിവിറ്റിയും ആവശ്യത്തിന് വേണം. സോ വാട്ട് വിൽ വി ഡു? നമ്മൾ എപ്പോഴും റിസീവറിനെ വി വിൽ മേക്ക് ദ റിസീവർ ടു ഹാവ് എ മോഡറേറ്റ് ഗെയിൻ. റിസീവർ ഈസ് സബ്ജക്ട് ടു ഹാവ് മോഡറേറ്റ് ഗെയിൻ. ഒരുപാട് കൂടുതലോ ഒരുപാട് കുറവല്ലോ ഒരു മോഡറേറ്റ് ഗെയിൻ ഉള്ള ഒരു റിസീവറിനെ നമ്മളവിടെ ഡിസൈൻ ചെയ്ത് വെക്കും. സോ സിസ്റ്റം will be stable and will be getting good sensitivity. ഒരു മോഡറേറ്റ് ഗെയിൻ ഉള്ള ഒരു റിസീവർ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സിസ്റ്റം സ്റ്റേബിൾ ആവുകയും ചെയ്യും, സെൻസിറ്റിവിറ്റി അവിടെ കിട്ടുകയും ചെയ്യും. സോ മോഡറേറ്റ് ഗെയിൻ ഉള്ള റിസീവർ ആയിരിക്കും നമ്മൾ എപ്പോഴും നല്ല സെൻസിറ്റിവിറ്റി അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഗെയിനും കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അടുത്ത പോയിന്റ് എന്താണ്? സെൻസിറ്റിവിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മൈക്രോവോൾട്ട്സ് ഓർ ഡെസിബൽസ്. സെൻസിറ്റിവിറ്റിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ്സ് ഏതൊക്കെയാണ്? മൈക്രോവോൾട്ട് അല്ലെങ്കിൽ ഡെസിബൽ ആണ്. അടുത്തത് the gain of the receiver increases. ഇത് നമ്മൾ പറഞ്ഞ നേരത്തെ പോയിന്റ് ആണ്. As the gain of the receiver increases, sensitivity also increases. As the gain of the receiver increases, sensitivity also increases. തിരിച്ചും പറയാം, ഗെയിൻ കുറഞ്ഞു കഴിഞ്ഞാൽ സെൻസിറ്റിവിറ്റി കുറയും. So in order to get good sensitivity and good gain, what will we do? We will keep the receiver gain a moderate gain. റിസീവറിന് ഒരു മോഡറേറ്റ് ഗെയിൻ ഉള്ള രീതിയിൽ നമ്മൾ അതിനെ അവിടെ കീപ്പ് ചെയ്യും, ആ രീതിയിൽ ഡിസൈൻ ചെയ്യും. സോ വി വിൽ ബി ഗെറ്റിംഗ് ഗുഡ് സെൻസിറ്റിവിറ്റി ഫോർ ദ റിസീവർ. അടുത്തത് സെലക്ടിവിറ്റി ആണ്. സെലക്ടിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? സെലക്ടിവിറ്റി ഓഫ് എ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ ഇസ് എബിലിറ്റി of the receiver to select a signal of a desired frequency while rejecting all other signals. നമുക്ക് സാധാരണ രീതിയിൽ അറിയാലേ, നമ്മളൊരു റേഡിയോ ട്യൂൺ ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ കിട്ടാവുന്ന രീതിയിലാണ് നമുക്ക് ട്യൂൺ ചെയ്ത് വെക്കുക. ഒരു പെർട്ടിക്കുലർ സെലക്റ്റഡ് ആവുന്ന ആ ഒരു ഫ്രീക്വൻസി റേഞ്ച് മാത്രം നമ്മുടെ റിസീവ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഉദ്ദേശം അവിടെ എന്തായിരുന്നു? സെലക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു? എബിലിറ്റി ഓഫ് ദ റിസീവർ ടു സെലക്ട് എ സിഗ്നൽ ഓഫ് എ ഡിസൈർഡ് ഫ്രീക്വൻസി. നമ്മൾ കൊടുക്കുന്ന ട്യൂൺ ചെയ്ത് വെക്കുന്ന പെർട്ടിക്കുലർ ഡിസൈർഡ് ഫ്രീക്വൻസി ഓഫ് സിഗ്നലിനെ മാത്രം നമ്മുടെ റിസീവർ എടുത്താൽ മതി. ബാക്കിയുള്ള സിഗ്നൽസിനൊക്കെ എന്ത് ചെയ്യണം? റിജക്ട് ചെയ്യും വേണം. വൈൽ റിജക്ടിങ് ഓൾ അതർ സിഗ്നൽസ്. അപ്പൊ സെലക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? സെലക്ടിവിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് ദ റിസീവർ ടു സെലക്ട് എ സിഗ്നൽ ഓഫ് എ ഡിസൈർഡ് ഫ്രീക്വൻസി ആൻഡ് റിജക്ടിങ് ഓൾ അതർ ഫ്രീക്വൻസി. റിസീവറിന് ആവശ്യമായിട്ട് കേൾക്കാൻ താല്പര്യമുള്ള ചാനൽ എന്താണോ ആ ഒരു ചാനലിന്റെ ഫ്രീക്വൻസി മാത്രം നമ്മൾ ട്യൂൺ ചെയ്ത് വെച്ചെടുക്കാറുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ റിജക്ട് ചെയ്യാറുണ്ട്. ബാക്കി എല്ലാ ഫ്രീക്വൻസിയും ആ സമയത്ത് അവിടെ റിസീവർ എന്താണ് ചെയ്യുന്നത്? റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. So what is selectivity? Selectivity is the ability of the receiver to select a signal of a desired frequency while rejecting all other signals. ഇപ്പോൾ F1 F2 ഇടയിലുള്ള സിഗ്നൽസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇതിനിടയിലുള്ള ബാൻഡ് വിഡ്ത്തുള്ള ഫ്രീക്വൻസി ഉള്ള ചാനൽ മാത്രമായിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നുണ്ടായിരിക്കുക. ബാക്കിയെല്ലാം അറ്റ്യൂനേറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ റിജക്ട് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. So selectivity also depends upon tuned LC circuits used in RF and IF stages. നമ്മൾ ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രാം പഠിച്ചപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു RF ആംപ്ലിഫയർ സ്റ്റേജ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയുടെ ആംപ്ലിഫയർ സ്റ്റേജ് ഉണ്ട് സെക്കൻഡ് പാർട്ടിൽ. ഈ രണ്ടിലും അതിന്റെ ഇന്നർ
ഫംഗ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഓരോ സ്റ്റേജിലും ഉള്ളിൽ വർക്ക് ചെയ്യുന്ന LC സർക്യൂട്ടുകൾ ഉണ്ട്. ഈ രണ്ട് സ്റ്റേജിന്റെ RF IF സ്റ്റേജസിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന LC സർക്യൂട്ട്സ് സെലക്ടിവിറ്റിയുടെ ഘടകത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. സോ എന്താണ് സെലക്ടിവിറ്റി? ഡിപ്പെൻഡ്സ് അപ്പോൺ ട്യൂൺഡ് LC സർക്യൂട്ട് യൂസ്ഡ് ഇൻ RF ആൻഡ് IF സ്റ്റേജസ്. നേരത്തെ പറഞ്ഞ സെൻസിറ്റിവിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുമായിരുന്നു? സെൻസിറ്റിവിറ്റി ഡിപ്പെൻഡ് അപ്പോൺ ദ ഗെയിൻ ഓഫ് ദ റിസീവർ ആയിരുന്നു. ഇവിടെ സെലക്ടിവിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? RF സ്റ്റേജും IF സ്റ്റേജിലും ഉള്ള ആ LC സർക്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ സർക്യൂട്ടിന്റെ സെലക്ടിവിറ്റി ഇവിടെ ഇരിക്കുന്നത്. സോ സെലക്ടിവിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ട്യൂൺഡ് LC സർക്യൂട്ട്സ് യൂസ്ഡ് ഇൻ RF ആൻഡ് IF സ്റ്റേജസ്. അടുത്ത പാരാമീറ്റർ എന്ന് പറയുന്നത് ഫിഡിലിറ്റി ആണ്. Fidelity is defined as a measure of the ability of the communication system to reproduce an exact replica of the original source information at the output of the receiver. നമ്മൾ എന്താണോ ട്രാൻസ്മിറ്റ് ചെയ്ത ഒറിജിനൽ സിഗ്നൽ അതിനെ ഒരു വ്യത്യാസമില്ലാതെ ഔട്ട്പുട്ടായിട്ട് നമ്മുടെ റിസീവറിന് ഔട്ട്പുട്ടിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അതിന്റെ കാപ്പബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിന്റെ എബിലിറ്റിനെയാണ് എന്ത് പറയുന്നത്? ഫിഡിലിറ്റി എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഫിഡിലിറ്റി? എന്താണോ സോഴ്സിൽ നിന്ന് വന്നത് അല്ലെങ്കിൽ ട്രാൻസ്മിറ്ററിൽ നിന്ന് വന്ന ഇൻഫോർമേഷൻ അത് അതുപോലെ തന്നെ എക്സാക്ട് റിപ്ലിക്ക ആയിട്ട് ഒറിജിനൽ സോഴ്സിൽ നിന്ന് വന്ന പോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റി, എത്രത്തോളം നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള എബിലിറ്റിയാണ് ആ സിസ്റ്റത്തിന്റെ, ആ റിസീവറിന്റെ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ഫിഡിലിറ്റി ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇതിന് മറ്റൊരു രീതിയിൽ കൂടെ പറയാം. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ റിസീവർ ടു റീപ്രൊഡ്യൂസ് ഓൾ ദ റേഞ്ച് ഓഫ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസീസ് ഈക്വലി ഈസ് കോൾഡ് ഫിഡിലിറ്റി ഓഫ് ദ റിസീവർ. ട്രാൻസ്മിറ്റ് ചെയ്ത് അയക്കുമ്പോൾ അത് മോഡുലേറ്റ് ചെയ്തിട്ടാണ് സിഗ്നലിനെ അയക്കുന്നത്. ആ മോഡുലേറ്റ് ചെയ്ത സിഗ്നലിനെ അത് എത്രമാത്രം എക്സാക്ട് റിപ്ലിക്ക ആയിട്ട് നമുക്ക് ഓപ്പോസിറ്റ്ലി റിസീവർ സൈഡിൽ നമുക്ക് അതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ അതിനെ ഫൈനൽ സ്റ്റേജിൽ ഡീമോഡുലേഷൻ ചെയ്തതിന് ശേഷവും വേറെ നോയ്സും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എക്സാക്ട് ഒറിജിനൽ സിഗ്നൽ ആയിട്ട് നമുക്ക് എത്രമാത്രം അതിനെ റീപ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റുന്നു, ആ ഒരു എബിലിറ്റിയാണ് എന്ത് പറയണത്? ഫിഡിലിറ്റി എന്ന് പറയുന്നത്. So any variations in the demodulated signal that are not in the original information signal is considered as distortion. ഒറിജിനൽ സിഗ്നലിൽ ഇല്ലാത്ത മറ്റെന്തെങ്കിലും ഒരു വേരിയേഷൻ നമ്മൾ ആ സിഗ്നൽ ഡിമോഡുലേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം നമ്മൾ എന്തായിട്ട് കണക്കാക്കും? ഡിസ്റ്റോഷൻ, ആവശ്യമില്ലാത്തൊരു നോയ്സ് സിഗ്നൽ ആയിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റോഷൻ ആയിട്ട് കണക്കാക്കും. അപ്പോൾ ഒരു റേഡിയോ റിസീവറിന്, നമ്മുടെ സൂപ്പർ ഹെറ്ററോഡൈനാമിക് റിസീവർ ഇസ് എ ടൈപ്പ് ഓഫ് റേഡിയോ റിസീവർ അല്ലെ, ഈ റേഡിയോ റിസീവറിന് എന്തായിരിക്കും അതിന്റെ ആവശ്യകത? റേഡിയോ റിസീവർ ഷുഡ് ഹാവ് ഹൈ ഫിഡിലിറ്റി ഓർ ആക്യുറസി. ഒരു റേഡിയോ റിസീവറിന്റെ ഏറ്റവും അത്യാവശ്യമായ ഒരു ക്വാളിറ്റിയാണ് ഫിഡിലിറ്റി. ഹൈ ഫിഡിലിറ്റി ഉണ്ടായിരിക്കണം. ഹൈ ഫിഡിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഹൈ ആക്യുറസി ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം. എന്താണോ സോഴ്സിൽ നിന്ന് കൊടുക്കുന്നത് അതിനെ അതുപോലെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യണം. എവിടെ? റിസീവർ സൈഡിൽ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിഡിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പാരാമീറ്റർ ആണ് ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ. ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ അറിയുന്നതിന് മുമ്പ് എന്താണ് ഇമേജ് ഫ്രീക്വൻസി എന്ന് മനസ്സിലാക്കണം. സോ the one major disadvantage to the super heterodyne receiver is the problem of image frequency. Image frequency എന്ന് പറയുന്നത് ഒന്നുമല്ല, ഇറ്റ്സ് an undesired input frequency. ഹെറ്ററോഡൈൻ റിസീവേഴ്സിലേക്ക് വരുന്ന ഒരു അൺഡിസയേർഡ് ഇൻപുട്ട് ഫ്രീക്വൻസി, ആവശ്യമില്ലാത്ത ഒരു അൺഡിസയേർഡ് ആയിട്ടുള്ള ഇൻപുട്ട് ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമേജ് ഫ്രീക്വൻസി എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥാക്കുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു ദ സിഗ്നൽ ഫ്രീക്വൻസി പ്ലസ് ഓർ മൈനസ് ട്വൈസ് ദ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്നാണ് പറയുന്നത്. നമ്മുടെ ഇമേജ് സിഗ്നൽ ഫ്രീക്വൻസിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് FIS എന്നുള്ള നൊട്ടേഷൻ വെച്ചിട്ടായിരിക്കും. ഇമേജിന്റെ ഫ്രീക്വൻസി, ഓക്കെ, ഇമേജ് സിഗ്നലിന്റെ ഫ്രീക്വൻസി FIS ആണ്. ഇത് ഇവർ പറഞ്ഞതനുസരിച്ചിട്ട് എന്താണ് ഇക്വേഷൻ? ദിസ് ഇസ് ആൻ ആൻറ്റിസൈഡ് സിഗ്നൽ എന്ന് പറഞ്ഞു, വിച്ച് ഇസ് ഈക്വൽ ടു ദ സിഗ്നൽ ഫ്രീക്വൻസി പ്ലസ് ഓർ മൈനസ് ട്വൈസ് ദ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്നൽ ഫ്രീക്വൻസി FS ആണ് പ്ലസ് ട്വൈസ് ദ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി FI. ഇനി ഈ ഡെറിവേഷനിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്ന് കൂടെ നമുക്കൊന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ഈ ഇമേജ് സിഗ്നൽ എന്ന് പറഞ്ഞു അല്ലെ, ഇമേജ് സിഗ്നൽ എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞത്? ഒരു അൺവാണ്ടഡ് സിഗ്നൽ ആണ്, ആവശ്യമില്ലാത്ത ഒരു സിഗ്നൽ കയറി വരുന്നതാണ്. സോ ഇതിന് ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്, നമ്മുടെ FIS എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇമേജ് സിഗ്നലിനെ നമുക്ക് ഇങ്ങനെ കൂടെ പറയാം. ഇറ്റ് ഇസ് എ സിഗ്നൽ ഫ്രീക്വൻസീസ് എബവ് FLO എന്ന് വെച്ചാൽ FLO എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാലോ, ലോക്കൽ ഓസിലേറ്റർ എന്ന് വരുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസി പ്ലസ് FIF.
FIF എന്ന് പറയുമ്പോൾ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി. ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയുടെ കൂടെ ലോക്കൽ ഓസിലേറ്റർ എന്ന സിഗ്നൽ ഫ്രീക്വൻസി കൂടി ആ രണ്ടിന്റെയും കൂടി സം ടോട്ടൽ ആയിട്ട് വരുന്ന ഒരു സിഗ്നൽ, ആ ഫ്രീക്വൻസി ഉള്ള ഒരു സിഗ്നലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമേജ് സിഗ്നൽ. ദാറ്റ് ഈസ് ആൻ അൺവാണ്ടഡ് സിഗ്നൽ ഫോർ ദ റിസീവർ. അപ്പോൾ ഇത് ഇങ്ങനൊരു ഡെറിവേഷനെ കൂടെ നമുക്ക് പറയാം. ഇറ്റ് ഇസ് എ സിഗ്നൽ ഹൂസ് ഫ്രീക്വൻസി ഈസ് എബവ് FLO ബൈ ദ സെയിം amount ഓഫ് FIF എന്ന് കൂടെ പറയാം. അപ്പൊ FIS നമ്മുടെ ഇമേജ് സിഗ്നൽ ഫ്രീക്വൻസിനെ നമുക്ക് എങ്ങനെ എഴുതാം, FLO പ്ലസ് FIF എന്ന് കൂടെ നമുക്ക് എഴുതാം. അപ്പൊ എന്താണ് FLO, ലോക്കൽ ഓസിലേറ്റർ എന്ന് പറയുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസി, പ്ലസ് FIF എന്ന് പറയുന്നത് എന്താണ്, FIF എന്ന് അല്ലെങ്കിൽ FI എന്നോ നമുക്ക് യൂസ് ചെയ്യാം. എന്താണത്, ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയാണ് അല്ലെ. സോ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, നമ്മൾ ഒന്നുകൂടി എഴുതാണ് FIS ഇസ് ഇക്വൽ ടു FLO പ്ലസ് FI എന്ന് എഴുതി. ഇനി നമ്മൾ മിക്സറിന്റെ കേസ് പഠിച്ച സമയത്ത് നമുക്ക് അറിയായിരുന്നു അല്ലെ, മിക്സറിന്റെ കേസിൽ നമ്മൾ സിഗ്നൽ ഫ്രീക്വൻസി കൊടുക്കുന്നുണ്ട്, ഒരു എൻഡിൽ നിന്ന് നമ്മുടെ ലോക്കൽ ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി. ഈ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്താണെന്ന് നമ്മൾ ഇവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു സിഗ്നൽ ഫ്രീക്വൻസീസ്, ദാറ്റ് ഈസ് FLO മൈനസ് FS ആണല്ലോ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, FI ഇസ് ഈക്വൽ ടു FLO മൈനസ് FS എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് FLO എടുത്തൂടെ, FLO ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, FI പ്ലസ് FS എന്ന് എഴുതാം. എന്നുവെച്ചാൽ ഈ മൈനസ് FS അപ്പുറത്തേക്ക് പോയി, ലെഫ്റ്റ് സൈഡിൽ എന്ത് മാത്രമേ, FLO മാത്രമേ. അപ്പൊ FLO ഈസ് ഈക്വൽ ടു FI പ്ലസ് FS എന്ന് പറഞ്ഞിട്ട് എഴുതാം. നമുക്ക് FLO എന്ന് വെച്ചാൽ ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസിക്ക് ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഈ ഒരു കിട്ടുന്ന വാല്യൂ നമ്മൾ നമ്മുടെ ഈ ഇമേജ് സിഗ്നലിന്റെ ഈ FIS എന്നുള്ള ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, FIS ഇസ് ഈക്വൽ ടു FLOക്ക് നമ്മൾ എന്താ എഴുതിയത്, ഇപ്പോ FS പ്ലസ് FI എന്ന് എഴുതാം അല്ലെ. FS പ്ലസ് FI പ്ലസ് ഇവിടെ ഒരു FI കൂടെ ഉണ്ട് അല്ലെ, പ്ലസ് FI എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, FIS ഇമേജ് സിഗ്നൽ ഫ്രീക്വൻസി ഈക്വൽ ടു സിഗ്നൽ ഫ്രീക്വൻസി പ്ലസ് ട്വൈസ് ഓഫ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി. ഈ ഒരു രീതിയിലാണ് നമുക്ക് നമ്മുടെ ഇമേജ് സിഗ്നൽ ഫ്രീക്വൻസിയുടെ ശരിക്കുള്ള ആ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. സോ നമ്മളിവിടെ പറഞ്ഞു വന്ന് വേറെ ഒന്നുമല്ല, ഒരു അടുത്ത പാരാമീറ്റർ ആയിരുന്നു നമ്മുടെ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവേഴ്സിന്റെ ഇമ്പോർട്ടന്റ് പാരാമീറ്റേഴ്സ് ഒന്നായിരുന്നു ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ എന്ന് പറയുന്നത്, ഇമേജ് സിഗ്നൽ ഫ്രീക്വൻസി റിജക്ഷൻ. അപ്പൊ ഇമേജ് സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ്, ഇമേജ് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു അൺഡിസൈർഡ് ഇൻപുട്ട് ഫ്രീക്വൻസിയാണ്. ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രമാത്രമാണ്, സിഗ്നൽ ഫ്രീക്വൻസിയേക്കാൾ 2 times ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി കൂടുതലായിട്ടുള്ള ഒരു സിഗ്നൽ ഫ്രീക്വൻസിയാണ് ഇമേജ് സിഗ്നൽ ഫ്രീക്വൻസി, ആൻഡ് ദാറ്റ് ഈസ് അൺഡിസൈർഡ് ടു ദ റിസീവർ. ആ ഒരു സിഗ്നലിനെ റിജക്ട് ചെയ്ത് കളയണം, നമ്മുടെ റിസീവറിന് ആവശ്യമില്ലാത്തതാണ് അല്ലെ. സോ once again, one major disadvantage of the super heterodyne receiver is the problem of image frequency. ഇങ്ങനൊരു ആവശ്യമില്ലാത്ത ഒരു ഫ്രീക്വൻസി അതിൽ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. സോ ഈ ഇമേജ് ഫ്രീക്വൻസിനെ നമ്മൾ എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇറ്റ് ഇസ് ഈക്വൽ ടു ഐദർ വി ക്യാൻ സേ ഇറ്റ് ആസ് ദ സിഗ്നൽ ഫ്രീക്വൻസി പ്ലസ്, ഓർ വി ക്യാൻ സേ ഇറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ട്വൈസ് ദ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി. നമ്മുടെ ടെസ്റ്റിലുള്ളത് FIS is equal to FS plus 2FI എന്നാണ്, പ്ലസ് കൺസിഡറേഷൻ മാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. So, what is the image frequency? It is equal to signal frequency plus twice the intermediate frequency. ഇനി ഈ ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഈ ഇമേജ് ഫ്രീക്വൻസി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, ഇറ്റ് വിൽ റിസൾട്ട്സ് ഇൻ 2 stations ബീങ് റിസീവ്ഡ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയത്ത് നമുക്ക് 2 സ്റ്റേഷൻ കേൾക്കുന്ന ചില സാഹചര്യങ്ങൾ നമ്മൾ ട്യൂൺ ചെയ്യുമ്പോൾ സംഭവിക്കാറുണ്ട് അല്ലെ, ദസ് പ്രൊഡ്യൂസിങ് ഇന്റർഫറൻസ്, ഒന്നിന് മുകളിൽ ഒന്ന് കയറി വരുന്ന ഒരു അനുഭവം. അപ്പൊ ഇമേജ് ഫ്രീക്വൻസി വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മറ്റൊന്നുമല്ല, ഒരേ സമയം ഒരു സ്റ്റേഷൻ മാത്രമായിട്ട് കിട്ടുന്ന സ്ഥലത്ത് 2 സ്റ്റേഷൻസ് ഒരുമിച്ച് കയറി വരും. സോ ഇമേജ് ഫ്രീക്വൻസി അങ്ങനെ ഒരു കാര്യം ഡിസൈറബിൾ അല്ല. സോ വി നീഡ് ടു അവോയ്ഡ് സച്ച് എ കണ്ടീഷൻ, അല്ലെ ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ അവിടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇമേജ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതാണ് ഇമേജ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. ഇമേജ് ഫ്രീക്വൻസിന്റെ ഫോർ FIS റെപ്രസെന്റ് ചെയ്യും, ദാറ്റ് വിൽ ബി ഹയർ ഫ്രീക്വൻസി ആയിരിക്കും, ഡിസൈഡ് അല്ലാതൊരു ഹയർ ഫ്രീക്വൻസി ആയിരിക്കും. വിൽ ബി എമൗണ്ട് എത്രത്തോളം ഉണ്ടാവും, ദാറ്റ് വിൽ ബി ഈക്വൽ ടു സിഗ്നൽ ഫ്രീക്വൻസി പ്ലസ് ട്വൈസ് ദ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി. അത്രമാത്രം വലിയൊരു ഫ്രീക്വൻസി ഡിസൈഡ് ആയിട്ട് അതിൽ കയറി വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇമേജ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇമേജ് ഫ്രീക്വൻസി ഒട്ടും ഡിസൈറബിൾ അല്ല. നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ഇമേജ് സിഗ്നൽ ഫ്രീക്വൻസി ഇസ് നോട്ട് ഡിസൈറബിൾ, സോ ദാറ്റ് ഷുഡ് ബി റിജക്റ്റഡ് അല്ലെ. സോ ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ ഇനി എങ്ങനെയാണ് റിജക്ഷൻ ചെയ്യാൻ പറ്റുന്നത്, ഇറ്റ്സ് ഡൺ ബൈ ട്യൂൺഡ് സർക്യൂട്ട് ഇൻ ദ RF സ്റ്റേജസ്. RF ആംപ്ലിഫയർ സ്റ്റേജസിൽ വെച്ചിരിക്കുന്ന ട്യൂൺഡ് സർക്യൂട്ട്സിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഈ ഇമേജ് ഫ്രീക്വൻസിനെ നമുക്ക് റിജക്ഷൻ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അൺഡിസൈർഡ് സിഗ്നലിനെ നമുക്ക് അവിടെ വെച്ചിട്ട് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ദ ഇമേജ് റിജക്ഷൻ ഷുഡ് ബി ഡൺ ബിഫോർ ദ IF സ്റ്റേജ്. ഈ ഒരു സിഗ്നല് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി
ആ ഒരു സ്റ്റേജിലേക്ക്, ആംപ്ലിഫയർ സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? ഇഫ് ദർ ഈസ് എനി ഇമേജ് സിഗ്നൽ ഇൻ ദ റിസീവർ, വി ഷുഡ് റിജക്ട് ദാറ്റ് ഇമേജ് സിഗ്നൽ ബിഫോർ ഇറ്റ് റീച്ചസ് ദ IF സ്റ്റേജ്. സോ ദ ഇമേജ് റിജക്ഷൻ ഷുഡ് ബി ഡൺ ബിഫോർ ദ IF സ്റ്റേജ്. അടുത്തത് ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ റേഷ്യോ ആണ്. സോ ഇതിന്റെ ജസ്റ്റ് ഫോർമുല മാത്രമാണ് പഠിക്കുന്നത്. അത് എന്തുകൊണ്ട് ഈ രീതിയിൽ വന്നു എന്നുള്ളതൊന്നും നമുക്ക് ടെസ്റ്റിൽ തന്നിട്ടില്ല. സോ വി നീഡ് ടു സ്റ്റഡി ഓൺലി ദ ഫോർമുല. സോ വാട്ട് ഈസ് ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ റേഷ്യോ, IFRR? ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് എബിലിറ്റി ഓഫ് എ പ്രീസെലക്ടർ ടു റിജക്ട് ദ ഇമേജ് ഫ്രീക്വൻസി. Ability of a preselector to reject the image frequency. It is given by the formula IFRR is equal to root of 1 plus Q square rho square. ഇതിനെ നമ്മൾ Qനെ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നുണ്ട്. Quality factor of the preselector, and rho is equal to FSI by FS minus FS by FSI ആണ്. എന്ന് വെച്ചാൽ മറ്റൊന്നല്ല, നമ്മുടെ ഈ ഒരു ഇമേജ് ഫ്രീക്വൻസിനെ നമ്മുടെ RF സ്റ്റേജിൽ വെച്ച് തന്നെ അവിടെ ഒരു ട്യൂൺ സർക്യൂട്ട്, ഇപ്പൊ 20 മെഗാഹേർട്സിനാണ് നമ്മൾ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 20 മെഗാഹേർട്സ് വരെയുള്ള സിഗ്നൽ കടന്നു പോയാൽ മതി. അതിലും വലിയൊരു ഫ്രീക്വൻസി ആവുമല്ലോ എന്തായാലും ഇമേജ് ഫ്രീക്വൻസി വരുന്നത്. ഇപ്പൊ 22 മെഗാഹേർട്സ് ഒക്കെയാണ് ഇമേജ് ഫ്രീക്വൻസി, അത്രയും വലുത് നമുക്ക് എന്തായാലും കടന്നു പോകാൻ പാടില്ല. അപ്പൊ എപ്പോഴാണോ ആ ഇമേജ് ഫ്രീക്വൻസി ബ്ലോക്ക് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ വെച്ചിട്ടാണ് ബ്ലോക്ക് ചെയ്യേണ്ടത്? നമ്മുടെ RF സ്റ്റേജിൽ വെച്ച് തന്നെ ഇമേജ് സിഗ്നലിനെ നമ്മൾ ഇമേജ് ഫ്രീക്വൻസി സിഗ്നലിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവണം. വൺസ് ഇറ്റ് റീച്ചസ് ദ മിക്സർ, ആൻഡ് അവിടെ വെച്ചിട്ട് മിക്സറിൽ വെച്ചിട്ട് അത് മിക്സ്ഡ് ആയി നമ്മുടെ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ സാധിക്കില്ല. ഇമേജ് സിഗ്നൽ ഫ്രീക്വൻസിനെ പിന്നെ നമ്മുടെ റിസീവർ ഔട്ട്പുട്ടിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ ആ ഇമേജ് സിഗ്നൽ ഫ്രീക്വൻസി വരുന്നുണ്ടെങ്കിൽ ആ ഒരു അൺഡിസൈഡ് ആയിട്ടുള്ള സിഗ്നലിനെ നമ്മൾ എവിടെ വെച്ച് തന്നെ ഒഴിവാക്കിയിട്ടുണ്ടാവണം? RF സ്റ്റേജിൽ ഒരു പ്രോപ്പർ ട്യൂൺഡ് സർക്യൂട്ട് വെച്ചിട്ട്, ആ ട്യൂൺഡ് സർക്യൂട്ട് വെച്ചിട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടായിരിക്കണം. അപ്പൊ ആ പ്രീ സെലക്ടർ എന്ന് പറയുന്നത് നമ്മൾ അവിടെ വെക്കുന്ന ആ ട്യൂൺഡ് സർക്യൂട്ട് ആണ്. അതിന്റെ എബിലിറ്റി ടു റിജക്ട് ദ ഇമേജ് ഫ്രീക്വൻസി, അതിനെയാണ് എന്ത് പറയുന്നത്? ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ റേഷ്യോ IFRR എന്ന് പറയുന്നത്. സോ ഇമേജ് ഫ്രീക്വൻസി ഇറ്റ്സ് എൻ അൺഡിസയേർഡ് സിഗ്നൽ കേട്ടോ. ഇമേജ് സിഗ്നൽ ആവശ്യമില്ലാത്തെന്ന് വെച്ചാൽ ആവശ്യത്തിൽ കൂടുതൽ വരുന്ന ഒരു അൺഡിസയേർഡ് ആയിട്ട് വരുന്ന ഒരു ഫ്രീക്വൻസി, ഇമേജ് സിഗ്നൽ ഫ്രീക്വൻസിയാണ് എന്ത്? ഇമേജ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ നമ്മൾ ഇതുവരെ കണ്ടത് 4 പാരാമീറ്റേഴ്സ് ആണ്: സെൻസിറ്റിവിറ്റി, സെലക്ടിവിറ്റി, ഫിഡിലിറ്റി ആൻഡ് ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ. അപ്പോൾ ഫസ്റ്റ് സെൻസിറ്റിവിറ്റി എന്തായിരുന്നു? ദ എബിലിറ്റി ഓഫ് ദ റിസീവർ ടു പിക്ക് അപ്പ് ദ വീക്ക് സിഗ്നൽ ആൻഡ് ആംപ്ലിഫൈ ദം ഇസ് കോൾഡ് സെൻസിറ്റിവിറ്റി. വീക്ക് സിഗ്നലിനെ എടുത്തിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ, എന്ന് വെച്ചാൽ ആവശ്യമുള്ള ഒരു വീക്ക് സിഗ്നൽ ഉണ്ടെങ്കിൽ അതിനെ എടുത്തിട്ട് ആംപ്ലിഫൈ ചെയ്യാനുള്ള ആ ഒരു റിസീവറിന്റെ കഴിവിനെയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഈസ് selectivity. Selectivity is the ability of the receiver to select a signal of a desired frequency while rejecting all other signal. Desired ആയിട്ടുള്ള ഫ്രീക്വൻസിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത റേഞ്ച് ഓഫ് ഫ്രീക്വൻസിനെ റിജക്ട് ചെയ്യാനുള്ള ആ ഒരു റിസീവറിന്റെ കഴിവിനെയാണ് അതിന്റെ സെലക്ടിവിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അടുത്തത് ഫിഡിലിറ്റി ആണ് അല്ലെ. എന്താണോ നമ്മുടെ സോഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റർ അയച്ചത്, ഒറിജിനൽ സോഴ്സ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണോ അതിന്റെ എക്സാക്ട് റിപ്ലിക്കേറ്റ് തന്നെ നമുക്ക് റിസീവറിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. അതിന്റെ അങ്ങനെ എത്രമാത്രം എക്സാക്ട് റിപ്ലിക്കേറ്റ് നമുക്ക് സിഗ്നലിനെ ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, റിസീവർ സൈഡിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ആ ഒരു എബിലിറ്റി ഓഫ് ദ റിസീവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിഡിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ ആണ്. ഇമേജ് ഫ്രീക്വൻസി റിജക്ഷന് മുമ്പ് ഇമേജ് ഫ്രീക്വൻസി നമ്മൾ പഠിച്ചു. ഒരു വലിയ ഫ്രീക്വൻസിയാണ്, ഒരു ഹൈ ഫ്രീക്വൻസി, അത് അൺഡിസൈഡ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ് അല്ലെ. ഇമേജ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രമാത്രം ഉണ്ടാവും എന്ന് പറഞ്ഞു? ഇമേജ് ഫ്രീക്വൻസി ഇൻഡിക്കേറ്റഡ് ബൈ FIS, ദാറ്റ് വിൽ ബി ഈക്വൽ ടു സിഗ്നൽ ഫ്രീക്വൻസി പ്ലസ് 2 ടൈംസ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി. ഇത്രയും വലിയൊരു ഫ്രീക്വൻസി ഉള്ള ഒരു സിഗ്നൽ ആണ് നമ്മുടെ ഇമേജ് ഫ്രീക്വൻസി. ദിസ് ഇസ് അൺഡിസൈഡ് സിഗ്നൽ. ഇത് നമുക്ക് എന്തായാലും എന്ത് ചെയ്യണം? വി നീഡ് ടു റിമൂവ് ഫ്രം അവർ റിസീവർ സൈഡ് അല്ലെ. അപ്പൊ അത് എവിടെ വെച്ച് തന്നെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം? RF സ്റ്റേജിൽ എത്തുന്ന സമയത്ത് തന്നെ ആ ഒരു ഇമേജ് സിഗ്നലിനെ അവിടെ നിന്ന് റിസീവ് ചെയ്യണം. ഇഫ് ഇറ്റ് എൻറ്റർ ദ മിക്സർ സ്റ്റേജ് ഓർ ദ IF സ്റ്റേജ്, വി കാണ്ട് എലിമിനേറ്റ് ദസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ റേഷ്യോ ആണ്. IFRR is equal to root of 1 plus Q square rho square. ഈ ഒരു ഫോർമുല ജസ്റ്റ് പഠിച്ചു വെച്ചേക്കാം. ഈ Q എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്വാളിറ്റി ഫാക്ടർ ഓഫ് ദ പ്രീ സെലക്ടർ ആണ്.